തപരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായി. 10ാം ക്ലാസ്സുകാരനാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 6 ആയി. അതേസമയം അന്വേഷണം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം നടന്നു എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, നേരത്തെ 5 വിദ്യാർത്ഥികളാണ് പിടിയിലായിരുന്നത്, അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ കൂടി ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. 40 അംഗ സംഘമാണ് ഈ ഒരു അതിക്രമം നടത്തിയത്, അതിക്രൂരമായ അരുങ്കൊല നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടുതൽ അറസ്റ്റിലേക്ക്, നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത, അല്ലേ? 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ നേരത്തെ ഹാജരാക്കിയിരുന്നു. അതിനുശേഷവും ഈ കുറ്റകൃത്യത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധന. അതോടൊപ്പം തന്നെ ഈ പിടിയിലായ 5 കുട്ടികൾ ചേർന്ന് നടത്തിയിട്ടുള്ള ആസൂത്രണം സോഷ്യൽ മീഡിയ വഴിയായിരുന്നു, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയൊക്കെയായിരുന്നു. അതിലൊക്കെ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രതിയെ കൂടി പിടികൂടിയിട്ടുള്ളത്. കാരണം ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു ഈ അക്രമത്തിന്റെ ആസൂത്രണമൊക്കെ നടത്തിയിരുന്നത്. അതിലെ ചാറ്റുകളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് 6ാമതൊരാളെ കൂടി പിടികൂടിയിട്ടുള്ളത്. അയാളെ അല്പസമയത്തിനകം തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ഷഹബാസിന്റെ കുടുംബമൊക്കെ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ഈ നേരത്തെ പിടിയിലായ ആളുകളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ഇതൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായിട്ടുള്ളത്. ഇപ്പോൾ CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നേരത്തെ ഈ അക്രമം നടന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള അതിന് കേന്ദ്രീകരിച്ചുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള CCTV വിഷ്വലുകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കും. കൂടുതൽ ആളുകൾ ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച പരിശോധനയായിരിക്കും പ്രധാനമായിട്ടും നടത്തുക. ഈ 5 പേരെ നേരത്തെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിവാദവും പ്രതിഷേധവും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അക്രമവും മറ്റുമുണ്ടായിരുന്നു. 85 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം ഈ 5 പേരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 85 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായ 6ാമത്തെ ആളെ കൂടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒബ്സർവേഷൻ ഹോമിലേക്ക് തന്നെ, നേരത്തെയുള്ള 5 പേർ കഴിയുന്ന ഒബ്സർവേഷൻ ഹോമിലേക്ക് തന്നെ ആയിരിക്കും മാറ്റുക. ഇയാളും 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇയാൾക്കും നാളെ മുതൽ തുടങ്ങുന്ന പരീക്ഷ എവിടെ ആയിരിക്കും നടത്താൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ ആയിരുന്നു ഇത്തരത്തിലുള്ള അക്രമം നടത്തിയത് എന്ന് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബൈജു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായ ആസൂത്രണം നടത്തിയതിന്റെ തെളിവുകളൊക്കെ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള വാർത്തകളും ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതുമാണ്. അതിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രാഥമികമായി ഈ ഘട്ടത്തിൽ പങ്കില്ല എന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ അന്വേഷണം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവരുൾപ്പെടെയുള്ള ആളുകളെ പ്രതിപ്പട്ടികയിൽ ചേർക്കാനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള സാധ്യതയുണ്ട്. KP. യെസ്, കോഴിക്കോട് നിന്നും ഗൂഗിൾ കെ വേണുഗോപാലാണ് വിശദാംശങ്ങൾ.